2020 ലോകകപ്പ് ജേതാക്കളായ ടീം ഇന്ത്യക്ക് ഗംഭീര വരവേൽപ്പൊരുക്കി രാജ്യം. ഡൽഹി വിമാനത്താവളത്തിലെത്തിയ താരങ്ങളെ BCCIയും ആരാധകരും ചേർന്ന് സ്വീകരിച്ചു. ITC മൗര്യ ഹോട്ടലിലും ആഘോഷങ്ങൾ നടന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിലെ സ്വീകരണത്തിന് ശേഷം താരങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി. മുംബൈയിലേക്ക് തിരിക്കുന്ന ടീം വൈകിട്ട് 5-ന് നടക്കുന്ന വിക്ടറി പരേഡിൽ പങ്കെടുക്കും. 7 മണിക്ക് വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ BCCI പ്രഖ്യാപിച്ച 125 കോടി രൂപ പാരിതോഷികം കൈമാറും. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നിന്ന് വിനീത വിജിയും മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനും വിവരങ്ങൾ നൽകും. വിനീത, പ്രധാനമന്ത്രിയുടെ വസതിയിലെ പ്രഭാത വിരുന്ന് പൂർത്തിയായി. ഹോട്ടലിലേക്ക് താരങ്ങൾ മടങ്ങി. ഇനി എപ്പോഴാണ് മുംബൈയിലേക്ക് തിരിക്കുക? എന്തൊക്കെയാണ് ഇന്ന് ഡൽഹിയിൽ നടന്നത് ടീമിന്റെ പരിപാടികൾ? വിജയകുമാർ, ആരാധകരടക്കം കാത്തിരുന്ന ഒരു നിമിഷം രാവിലെ 6 മണിയോടുകൂടിയാണ് ഇന്ത്യൻ ടീം ഡൽഹിയിലേക്ക് എത്തിയത്. ഗംഭീരമായിട്ടുള്ളൊരു വരവേൽപ്പ് തന്നെയായിരുന്നു വിമാനത്താവളത്തിലും ഒപ്പം തന്നെ ഹോട്ടലിലും ഒക്കെ ഇന്ത്യൻ ടീമിനായി ഒരുക്കിയിരുന്നത്. അതിനുശേഷം ഹോട്ടലിലെ ആ വിരുന്നിലൊക്കെ പങ്കെടുത്തതിന് ശേഷം, ആ വരവേൽപ്പിലൊക്കെ പങ്കെടുത്തതിന് ശേഷം പിന്നീടാണ് അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. പ്രഭാത ഭക്ഷണം ഇന്ന് അവിടെയായിരുന്നു. ഏതാണ്ട് 11:30യോടുകൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിലായി അവർ എത്തിയിട്ടുണ്ടായിരുന്നത്. വലിയ രീതിയിലേക്ക് സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ മേഖലയിലൊക്കെ തന്നെ ഒരുക്കിയിരുന്നു. ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയ്ക്കും പ്രഭാത ഭക്ഷണത്തിനും ശേഷം ടീം ഇന്ത്യ ഇപ്പോൾ ഈ വസതിയിൽ നിന്ന് പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം ഈ വസതിയിൽ നിന്ന് തിരിച്ച ഹോട്ടലിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. മയൂര ഹോട്ടലിലേക്കാണ് മടങ്ങിയിരിക്കുന്നത്. അവിടെ നിന്ന് ഏതാണ്ട് 2 മണിയോടുകൂടി പിന്നീട് വിമാനത്താവളത്തിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും മറ്റ് ചടങ്ങുകൾ, മറ്റ് പരിപാടികളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മുംബൈയിലാണ് പിന്നീടുള്ള വൈകിട്ടുള്ള പരിപാടികളിലൊക്കെ തന്നെ പങ്കെടുക്കും. എന്താണെങ്കിലും ഡൽഹിയിലെത്തിയ ടീമിന് ഗംഭീരമായിട്ടുള്ള ഒരു വരവേൽപ്പ് തന്നെയാണ് ആരാധകരടക്കം നൽകിയിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ നിൽക്കുമ്പോഴും ഈ റോഡിന് സമീപം ഒക്കെ ഇന്ത്യൻ ടീമിനെ കാണുന്നതിനുമായി എത്തിയ നിരവധി ആളുകളടക്കം ഇവിടെ ഉണ്ടായിരുന്നു. അല്പസമയം മുൻപാണ് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഇന്ത്യൻ ടീം തിരികെ ഹോട്ടലിലേക്ക് മടങ്ങിയത്. വിനീത വിജിയാണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മുംബൈയിൽ വൈകിട്ട് വിക്ടറി പരേഡ് നടക്കുന്നുണ്ട്. അത് നരിമാൻ പോയിന്റ് മുതൽ വാങ്കഡെ സ്റ്റേഡിയം വരെ ഉള്ള ദൂരത്താണ്. 125 കോടി രൂപയാണ് BCCI സമ്മാനത്തുകയായി പ്രഖ്യാപിച്ചത്. അത് വാങ്കഡെ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ കൈമാറും. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, മുംബൈയിലെ ചടങ്ങുകളുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? വലിയ സ്വീകരണമാണോ താരങ്ങൾക്ക് അവിടെ ഒരുക്കിയിരിക്കുന്നത്? വിശദാംശങ്ങൾ. ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ മുംബൈയിലേക്ക് ടീം എത്തിയാൽ പിന്നീടുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. ആദ്യം വിമാനത്താവളത്തിൽ നിന്ന് താരങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോകുന്നു. അവിടെ നിന്ന് വൈകിട്ട് 5 മണിയോടെ വാങ്കഡെ സ്റ്റേഡിയത്തിലെത്തും. അവിടെ തുറന്ന ബസ്, താരങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള പരേഡിനായുള്ള തുറന്ന ബസ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ടീമിൻ്റെ ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള ബസ്സാണ്. അതിൽ 5 മണിക്ക് പുറത്തേക്ക്, വാങ്കഡെ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് താരങ്ങൾ ആ ബസ്സിൽ വരും. അവിടെ നിന്ന് നേരെ നരിമാൻ പോയിന്റിലേക്ക്, അവിടെ നിന്ന് തിരിച്ച് വീണ്ടും വാങ്കഡയിലേക്ക് ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരത്തിൽ ടീം ആരാധകരെ കണ്ടുകൊണ്ട്, ആരാധകരുടെ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തിരികെ വാങ്കഡെ സ്റ്റേഡിയത്തിലേക്ക് എത്തും. രാത്രി 7 മണിയോടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അരമണിക്കൂർ നേരം വാങ്കഡെ സ്റ്റേഡിയത്തിൽ അനുമോദന ചടങ്ങാണ്. അതിൽ വെച്ചാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ 125 കോടി രൂപ സമ്മാനം അത് BCCI താരങ്ങൾക്ക് സമ്മാനിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ. ആരാധകർക്ക് സ്റ്റേഡിയത്തിലേക്ക് വൈകിട്ട് 4 മണി മുതൽ തന്നെ പ്രവേശനമുണ്ട്. ഫ്രീ ആണ്. പ്രത്യേകിച്ച് ടിക്കറ്റോ ഒന്നും തന്നെ എടുക്കേണ്ടതില്ല. പക്ഷേ 5 മണിക്കകം തന്നെ ആരാധകരൊക്കെ സ്റ്റേഡിയത്തിൽ നേരത്തെ തന്നെ എത്തണം എന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് ആദ്യം എത്തുന്നവർക്ക് ആദ്യം അവസരം എന്നുള്ള രീതിയിൽ സ്റ്റേഡിയം നിറയുന്നത് വരെ ആളുകൾക്ക് പ്രവേശനം നൽകും എന്നതാണ് പോലീസും ഒപ്പം തന്നെ MCAയും ഒക്കെ തന്നെ അറിയിച്ചിട്ടുള്ളത്. ആ തരത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി ഒരുക്കേണ്ടതുണ്ട്. നിലവിൽ പ്രതീക്ഷിക്കുന്നത് ഈ മറൈൻ ഡ്രൈവിലൂടെ ഈ പരേഡ് സഞ്ചരിക്കുമ്പോൾ ഏതാണ്ട് ഇരുവശത്തും ആളുകളെ കൊണ്ട് ഇങ്ങനെ നിറയാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ 2007 കണ്ടതുപോലെ അന്ന് ജോഹന്നാസ്ബർഗിൽ കിരീടമുയർത്തി തിരികെ എത്തിയ ടീം മുംബൈയിൽ ഇതുപോലെ ഒരു പരേഡ് നടത്തിയിരുന്നു. പക്ഷേ ഇതിലും കൂടുതൽ ദൂരം അന്നുണ്ടായിരുന്നു. അന്ന് മുംബൈ നഗരം ഏതാണ്ട് നിശ്ചലമായ അവസ്ഥയിൽ ആരാധകരെ കൊണ്ട് നിറഞ്ഞ ഒരു സാഹചര്യമുണ്ടായിരുന്നു. സമാനമായ കാഴ്ചകൾ ഒരുപക്ഷെ ഇന്നും കാണാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. നഗരമാകെ പോലീസിനെ വിന്യസിച്ച് ആയിരിക്കും ഈ തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക. വിജയകുമാർ. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഈ ദൃശ്യത്തിൽ കാണുന്നതാണ് താരങ്ങൾക്ക് യാത്ര ചെയ്യാനായി സജ്ജമാക്കിയിരിക്കുന്ന ആ പ്രത്യേക ബസ്. ഇതിലൂടെയാണ് നരിമാൻ പോയിന്റ് മുതൽ വാങ്കഡെ സ്റ്റേഡിയം വരെയുള്ള ദൂരം ഈ ട്രോഫിയുമായി ഒരു വിക്ടറി പരേഡ് ടീം ഇന്ത്യ നടത്തുന്നത്.
റോഡിന്റെ ഇരുവശവും ആരാധകർക്ക് ടീമിനെ അഭിവാദ്യം ചെയ്യുന്നതിന് ഉള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ മുംബൈ നഗരം നിശ്ചലമാകുന്ന ഒരു വിക്ടറി പരേഡിനായിരിക്കും വൈകിട്ട് 5 മണിക്ക് ശേഷം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നാണ് ഞങ്ങളുടെ മുംബൈ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. വാങ്കഡെ സ്റ്റേഡിയത്തിൽ പിന്നീട് സ്വീകരണമുണ്ട്. അവിടെ വെച്ച് ടീമിന് BCCI സമ്മാനത്തുക കൈമാറും.